Chapter 1 Arithmetic Sequence, page number 13. First question. Check whether each of the sequence given below are arithmetic sequences. Give reasons also. Find the common difference of the arithmetic sequence. First question. Natural numbers leaving remainder 1 on divisible by 4. Natural numbers 1 റിമൈൻഡർ തരുന്ന നാച്ചുറൽ നമ്പേഴ്സ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമായിട്ട് കിട്ടണം. അപ്പം ആദ്യം 1 അങ്ങ് എഴുതണം. പിന്നെ 4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ആ 1ൻ്റെ കൂടെ 4 കൂട്ടി എഴുതി കഴിയുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അപ്പം അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പം 5 രണ്ടാമത്തെ ടേം, അതിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കും. 5ൽ നിന്ന് 1 കുറച്ചാൽ 4. മൂന്നാമത്തെ ടേം, തേർഡ് ടേം 9, 9ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 4. എല്ലാം 4 വരും കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ റീസൺ എഴുതാൻ പറഞ്ഞാൽ പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ. അടുത്ത ക്വസ്റ്റ്യന് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 വരണം റിമൈൻഡർ. അപ്പം 1 വരണമെന്നുണ്ടെങ്കിൽ 1 എഴുതുക. പിന്നെ അതിൻ്റെ കൂടെ 4 വീതം കൂട്ടി പോകുമ്പോൾ 1, 5, 9, 13 അങ്ങനെ വരും. പിന്നെ 2 റിമൈൻഡർ വരണമെങ്കിൽ 2 എഴുതിയിട്ട് 2ൻ്റെ കൂടെ 4 വീതം കൂട്ടി പോകും. 2, 4, 2, 6, 10 അങ്ങനെ പോകും. അതെല്ലാം കൂടെ ഒന്നിച്ചെഴുതുമ്പോൾ 1ൻ്റേത് 1, 5, 9, 13, 2, 6, 10, 14 ഒന്നിച്ചെഴുതുമ്പോൾ 1, 2, 5, 6, 9, 10, 13 അങ്ങനെ ഒരു സീക്വൻസ് കിട്ടും. അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം അല്ലെങ്കിൽ മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തേത് ഏതെങ്കിലും സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. പല നമ്പറാണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. 1, 3, 1, 3 എന്ന കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ ഒരേ നമ്പർ തന്നെ കോമൺ ഡിഫറൻസ് കിട്ടണം. ഇനി അടുത്ത ക്വസ്റ്റ്യന് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അതിൻ്റെ എല്ലാ സ്ക്വയർ എടുക്കണം. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്ത് കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പം തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറച്ചു, 9ൽ നിന്ന് 4 കുറച്ചു 5. ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം കുറച്ചു 16, 16ൽ നിന്ന് 9 കുറച്ചപ്പം 7. അപ്പോൾ പല നമ്പറാണ്. ഒന്നാമത്തെ കോമൺ ഡിഫറൻസ് കിട്ടിയ 5, രണ്ടാമത്തേത് കിട്ടിയത് 7. അപ്പോൾ കോമൺ ഡിഫറൻസ് അല്ല, അത് പല നമ്പറാണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ തിരിച്ചിടുക. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററായിട്ടും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായിട്ടും വരിക. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഇതിനെല്ലാം ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. 1 അതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ. അപ്പം അതിനെല്ലാം തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എല്ലാം വരയ്ക്ക് താഴെ 1 ഡിനോമിനേറ്റർ നേരത്തെ ഉള്ളത് അതെല്ലാം വരയ്ക്ക് മുകളിലും പോകണം. അപ്പം 1/1, 1/2, 1/3 ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണുവാണെങ്കിൽ 1/3 മൂന്നാമത്തെ ടേം, അതിൽ നിന്ന് 1/2 കുറച്ചാൽ നമുക്ക് -1/6 കിട്ടുന്നത്. സബ്ട്രാക്ട് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തേൻ്റെ ഡിനോമിനേറ്റർ എടുത്ത് ഒന്നാമത്തേന് ന്യൂമറേറ്ററായിട്ട് കൊടുത്തു. ഒന്നാമത്തേതിൻ്റെ ഡിനോമിനേറ്റർ എടുത്ത് രണ്ടാമത്തെ നമ്പറിൻ്റെ ന്യൂമറേറ്ററായിട്ടും കൊടുത്തു. 1 വന്നതുകൊണ്ടാണ് അത്. അതായത് 1 × 2 2, 1 × 3 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ 1/2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ മൈനസ്, അതായത് അരയിൽ നിന്ന് 1 കുറച്ചാൽ മൈനസ് അരയാണ് കിട്ടുന്നത്. 1ൽ നിന്ന് അര കുറച്ചാൽ അര കിട്ടും. അരയിൽ നിന്ന് 1 കുറച്ചാൽ മൈനസ് അര. അടുത്ത ക്വസ്റ്റ്യന് സ്ക്വയേഴ്സ് ഓഫ് പവർ ഓഫ് 2. 2ൻ്റെ പവർ 2, 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ
2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ ക്യൂബ് 8, 2ൻ്റെ 2⁴ 16 അങ്ങനെ പോകും. അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണുമ്പോൾ 4-ൽ നിന്ന് 2 കുറച്ചാൽ 2, 8-ൽ നിന്ന് 4 കുറച്ചാൽ 4. ഓരോ കോമൺ ഡിഫറൻസ് കോമൺ ആയിട്ട് വരുന്നില്ല ഡിഫറൻസ്. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. പവർ ഓഫ് 2. അടുത്തത് ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ ഹാഫ് കാണാൻ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഡിനോമിനേറ്റർ 2 എഴുതിയാൽ മതി. 2 എഴുതിയാൽ മതി ഡിനോമിനേറ്റർ. അപ്പോൾ 1ൻ്റെ അടിയിൽ 2 എഴുതുമ്പോൾ 1/2, 3/2, 5/2, 7/2 ഇങ്ങനെ കിട്ടും. അത് തമ്മിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം സബ്ട്രാക്ട് ചെയ്യുക. 3/2 രണ്ടാമത്തെ ടേം, ഒന്നാമത്തെ ടേം 1/2. 3/2 നിന്ന് 1/2 സബ്ട്രാക്ട് ചെയ്യുക. ഡിനോമിനേറ്റർ നോക്കിയാൽ 2. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ട. ഡിനോമിനേറ്റർ ഒരുപോലാണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി. ഡിനോമിനേറ്റർ ഒരുപോലെ അല്ലെങ്കിലാണ് ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ന്യൂമറേറ്ററിനെ ചെയ്യുന്നത്. അപ്പോൾ 1, 1 എന്നാണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. റീസൺ എഴുതുന്നത് പ്രൊസീഡിങ് ബൈ സെയിം നമ്പർ ആഡിങ് സെയിം, proceeding by adding one number again and again. Okay.